മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. വളരെ ധീരമായ ഒരു സ്വതന്ത്രമായ നിലപാടെടുത്തുകൊണ്ട് ഒരു ഫാക്ട് ഫൈൻഡിംഗ് ബോഡി എന്ന രൂപത്തിൽ തന്നെ അവർ സത്യസന്ധമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സിനിമാ മേഖലയിൽ നടക്കുന്ന അനാശ്വാസമായ എല്ലാ പ്രവണതകളെയും അവർക്ക് തുറന്നു കാണിക്കാൻ സാധിച്ചിരിക്കുന്നു. ഇത് ലാഘവബുദ്ധിയോടുകൂടി നോക്കിക്കാണാൻ സാധ്യമല്ല. ഇത്തരമൊരു റിപ്പോർട്ട്, അതും ഗവൺമെന്റ് ആവശ്യപ്പെട്ടൊരു കമ്മീഷനാണ്, ഗവൺമെന്റ് വെച്ച കമ്മീഷനാണ്. ആ കമ്മീഷൻ റിപ്പോർട്ട് 4.5 വർഷം മുമ്പേ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട സർക്കാരിനുണ്ടാകും. എന്തുകൊണ്ടാണ് ഈ 4.5 വർഷം ആ റിപ്പോർട്ട് വെളിച്ചം കാണാതെ ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊടി പിടിച്ച് കിടന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇത് സംബന്ധമായിട്ട് ഉത്തരം പറയേണ്ടി വരും. കാരണം സിനിമാ മേഖലയിലെ ഒരുപാട് തമ്പ്രാക്കന്മാരുണ്ട്. ആ തമ്പ്രാക്കന്മാർ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ, കോംപ്രമൈസ് ഉണ്ടെന്നല്ലേ പറയുന്നത് സിനിമാ രംഗത്ത്, അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറയുന്നത്, അഡ്ജസ്റ്റ്മെന്റിന് ഏതെങ്കിലും ഒരു മഹിള തയ്യാറായില്ലെങ്കിൽ അവർക്ക് പിന്നെ അവസരമില്ല. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിദ്വാൻമാരുടെ പേര് പറയാൻ എന്താണ് ബുദ്ധിമുട്ടെന്ന് കെ മുരളീധരൻ MP ചോദിച്ചു. ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം 4.5 വർഷം അതിൻ്റെ മേലെ അടയിരുന്നതിൻ്റെ രഹസ്യമാണ് മനസ്സിലാവുക. ഇപ്പോൾ സോളാർ റിപ്പോർട്ട് വന്നപ്പോൾ പ്രസിദ്ധീകരിക്കാൻ 4 ആഴ്ച പോലും എടുത്തിട്ടുണ്ട്. ഇത് 4.5 കൊല്ലാണ്. 1-ാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തിൽ സമർപ്പിച്ച റിപ്പോർട്ട് 2-ാം പിണറായി സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് മനസ്സോടെയാണ് പ്രസിദ്ധീകരിച്ചത്. ഇന്നലെ തന്നെ 12:30 റിപ്പോർട്ട് പുറത്തുവിടുന്നു. പെട്ടെന്നാണ് ഹൈക്കോടതിയിലൊരു പെറ്റീഷൻ.